മതത്തിന് മുകളിലാണ് വംശീയത. ആ സ്വത്വത്തെ മതം കൊണ്ട് അടിച്ചമർത്താൻ കഴിയില്ല. പക്ഷേ അപ്പോഴും മതം ഒരു ഫാക്ട് തന്നെയാണ്. മുസ്ലിങ്ങളോടല്ല പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ പ്രക്ഷോഭകരുടെ അഭ്യർത്ഥന. അത് കാശ്മീരികളോടാണ്. മതത്തിന്റെ ചട്ടക്കൂടിൽ നിന്ന് വംശീയതയിലേക്കുള്ള മാറ്റം. അതിർത്തിക്കപ്പുറം ഇന്ത്യൻ കാശ്മീരിലെ സഹോദരങ്ങളോട് സഹായം ചോദിക്കുന്ന തങ്ങൾ പാകിസ്ഥാന്റെ ഭാഗമല്ലെന്ന് പ്രഖ്യാപിക്കുന്നു. POKയിലെ ജനങ്ങളെ നമ്മൾ ഇന്ത്യക്കാർ വിശ്വസിക്കണോ? ഇന്ത്യയുടെ സഹായം ആവശ്യമാണ്. ഇവിടെ കടുത്ത ഭക്ഷ്യക്ഷാമമുണ്ട്. ദയവായി സഹായിക്കണമെന്ന അവരുടെ സഹായ അഭ്യർത്ഥനയ്ക്ക് ഇന്ത്യ ചെവി കൊടുക്കണോ? ശ്രീനഗർ, ബാരാമുള്ള, പൂഞ്ച്, മെന്താർ, രജൌരി, ജമ്മു, ധോഡ, ലഡാക്ക്, കാർഗിൽ എന്നീ പ്രദേശങ്ങളിലെ ജനങ്ങളെയും വംശീയ സഹോദരങ്ങളെയും അഭിസംബോധന ചെയ്തുകൊണ്ടാണ് ഇന്ത്യയുടെ സഹായം ആവശ്യപ്പെട്ടതെന്ന് ഓർക്കണം. ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിലുള്ള നിയന്ത്രണ രേഖ തകർത്ത് ഇരുവശമുള്ള പാകിസ്ഥാനികളെ ഒന്നിപ്പിക്കാനാണ് പാകിസ്ഥാൻ അധിനിവേശ പ്രക്ഷോഭങ്ങളുടെ ആഹ്വാനം. ലളിതമായി പറഞ്ഞാൽ സ്വതന്ത്ര കാശ്മീർ, അതാണ് ആവശ്യം. ഇതെന്നോട് നേരിട്ട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മൾ എത്രയൊക്കെ വികസന പ്രവർത്തനം അവിടെ നടത്തിയാലും, അവരുടെ ജീവിത നിലവാരം ഉയർത്തിയാലും, വിദ്യാഭ്യാസം നൽകിയാലും ഒന്നും ഇതിന് മാറ്റമുണ്ടാകില്ല. 1971 കിഴക്കൻ പാകിസ്ഥാൻ വേർപിരിഞ്ഞ് ബംഗ്ലാദേശ് രൂപീകൃതമായ സാഹചര്യവുമായി പാക്-അധീന കാശ്മീരിനെ താരതമ്യം ചെയ്യുന്നതിൽ തെറ്റില്ല. രണ്ടിടത്തും പ്രാദേശിക സ്വത്വത്തെയാണ് അന്ന് ബംഗാളി, ഇന്ന് കാശ്മീരി മതത്തിന്റെ പേര് പറഞ്ഞ് അടിച്ചമർത്താൻ ശ്രമിച്ചത്. ആയിരക്കണക്കിന് ഇന്ത്യൻ സൈനികരുടെ വീരമൃത്യുവിന്റെയും ധീരതയുടെയും ഫലമാണ് ഇന്നത്തെ ബംഗ്ലാദേശ്. എന്നിട്ട് ഇപ്പോഴോ അവറ്റകൾക്ക് അതിന്റെ എന്തെങ്കിലും നന്ദി നമ്മുടെ രാജ്യത്തോടുണ്ടോ? ഇന്ത്യ ഇപ്പോഴും ശത്രു രാജ്യമായാണ് അവർ കാണുന്നത്. ബംഗാളി സ്വത്വന്മാരെ മതഭ്രാന്തിലേക്ക് അവർ തിരിച്ചു പോയിരിക്കുന്നു. പക്ഷെ അത് താൽക്കാലികം മാത്രമാണ്. നിലനിൽപ്പിന് വേണ്ടി രണ്ടും മാറ്റി മാറ്റി അവർ ഉപയോഗിക്കും. ചരിത്രം നമുക്ക് നൽകുന്ന പാഠങ്ങളിൽ നിന്ന് ഒരു കാര്യം വ്യക്തമാണ്. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിലെ കാശ്മീരികളെ സഹായിക്കാൻ നമ്മൾ പോയാൽ ചിലപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം നേടിക്കൊടുക്കാൻ നമുക്ക് കഴിയുമായിരിക്കും. അത് കഴിയുമ്പോൾ ഇന്ത്യൻ കാശ്മീരും കൂടി ചേർത്തുള്ള ഒരു സ്വതന്ത്ര കാശ്മീർ രാജ്യമായിരിക്കും. അതായത് ഇന്ത്യക്കുള്ളിൽ ഒരു പലസ്തീൻ അല്ലെങ്കിൽ ഗാസ അവർ സൃഷ്ടിക്കും. അവർക്ക് സഹായം ചെയ്യാൻ ലോകത്തിലെ എല്ലാ തീവ്രവാദി സംഘടനകളും ഇന്ത്യക്കുള്ളിലെ പാകിസ്ഥാൻ അനുകൂലികളും ഒരുമിക്കും. മാനവികതയും സഹാനുഭൂതിയും കാണിച്ചപ്പോഴെല്ലാം നമുക്ക് തിരിച്ചടിയാണ് ഇവരിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. അതിപ്പോൾ ബംഗ്ലാദേശിന്റെ കാര്യത്തിൽ മാത്രമല്ല, തുർക്കിയിൽ ഭൂകമ്പം ഉണ്ടായപ്പോൾ ആദ്യം സഹായമായി ഓടിയെത്തിയ നമ്മളെ അധികം വൈകാതെ പാകിസ്ഥാനൊപ്പം ചേർന്ന് ആക്രമിച്ചാണ് അവർ നന്ദി കാണിച്ചത്. മാലിദ്വീപ് മറ്റൊരു ഉദാഹരണം. പാകിസ്ഥാൻ അധിനിവേശ കാശ്മീർ 1948 നമുക്ക് നഷ്ടമായത് നെഹ്റു വിശ്വഗുരു കളിക്കാൻ പോയത് കൊണ്ടാണ്. അതിപ്പോൾ തിരിച്ചു പിടിക്കുക എന്നതുകൊണ്ട് നമുക്ക് തലവേദനയല്ലാതെ വേറെ ഒരു ഗുണവുമില്ല. ആ മേഖല പാകിസ്ഥാൻ വെറുതെ ഇന്ത്യക്ക് തന്നാലും വാങ്ങരുത്. അവിടുത്തെ 10 ലക്ഷം വരുന്ന ജനങ്ങൾ തീവ്രവാദത്തിൽ ജനിച്ച്, തീവ്രവാദത്തിൽ ജീവിച്ച്, തീവ്രവാദത്തിൽ തന്നെ മരിക്കുന്നവരാണ്. അവർക്ക് ഇപ്പോഴാണ് കാശ്മീരി സ്വത്വബോധം ഉണ്ടായത്. ആ സ്വത്വബോധത്തിന് തൊട്ടു താഴെ തന്നെ മതവും ഉണ്ട് എന്നത് മറക്കരുത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം പാകിസ്ഥാന്റെ കാശ്മീരി സ്നേഹം ശുദ്ധമായ തട്ടിപ്പാണെന്ന് ലോകത്തിന് മുന്നിൽ തുറന്നു കാണിക്കുക എന്നത് മാത്രമാണ്. പിന്നെ അവരുടെ പ്രക്ഷോഭം ഉഷാറാക്കാൻ വേണ്ടിയുള്ള സഹായങ്ങളുമാകാം. അതല്ലാതെ നമ്മുടെ നികുതി പണം ചെലവാക്കി ഇന്ത്യൻ സൈനികരുടെ രക്തവും ഒഴുക്കി നമ്മൾ പാകിസ്ഥാൻ അധിനിവേശ കാശ്മീരിനെ മോചിപ്പിച്ച് ഇന്ത്യയോട് ചേർത്താൽ ഇതേ വർഗം തന്നെ നമ്മളെ അധികം വൈകാതെ തിരിഞ്ഞുകുത്തും. അതാണ് മുൻകാല അനുഭവം. അത് തന്നെയാകും ആവർത്തിക്കുക. 3 ആഴ്ചയായി POKയിൽ സാമ്പത്തിക ഉപരോധം ഏർപ്പെടുത്തിയിരിക്കുകയാണ്. ഭക്ഷ്യവസ്തുക്കളും മരുന്നുകളും പോലും അവിടത്തേക്ക് എത്തുന്നില്ല. 1460-ലധികം ആളുകളെ തടവിലാക്കുകയോ അറസ്റ്റ് ചെയ്യുകയോ കാണാതാവുകയോ ചെയ്തു. നിരായുധരായ പിന്തിരിഞ്ഞോടുന്ന സമരക്കാരെ പാരാമിലിറ്ററി സേന വെടിവെച്ചു വീഴ്ത്തുന്ന ദൃശ്യം ലോകം മുഴുവൻ കണ്ടു. സംഘർഷം 1 മാസം പിന്നിട്ടപ്പോൾ സാധാരണക്കാരുടെ മരണം 60ഓളമാണ്. ഈ അടിച്ചമർത്തലെല്ലാം നടത്തുന്നത് പാകിസ്ഥാൻ ഭരണകൂടമാണ്. എന്നിട്ടും ഇതേ ഇന്ത്യയിലെ മാനവികതയുടെ മനുഷ്യാവകാശത്തിന്റെ വക്താക്കൾക്ക് മിണ്ടാട്ടമില്ലാത്തത് എന്താ? ഇപ്പോൾ സേവ് POK എന്നും പറഞ്ഞ് നിനക്കൊക്കെ പൊളിച്ച സാഹിത്യം വാരി വിതറേണ്ടേ? കേരളത്തിലെ തെരുവുകളിൽ പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടേ? സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് കൊല്ലുന്ന തീവ്രവാദികളെ പോരാളികൾ എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന മനോരമയ്ക്ക് ദിനം പ്രതി എഡിറ്റോറിയലൊന്നും എഴുതണ്ടേ? മാപ്രകൾക്ക് അന്തിച്ചർച്ചയൊന്നും വേണ്ടേ? മെഗാസ്റ്റാറിന്റെ സന്തതിക്ക് ഇപ്പോൾ ഐക്യദാർഢ്യമൊന്നും പ്രഖ്യാപിക്കണ്ടേ? ആർക്കും ഒരു പ്രശ്നവുമില്ല. കാരണം അവിടെ ജനങ്ങളെ അടിച്ചമർത്തുന്നത് പാകിസ്ഥാൻ ഭരണകൂടമാണ്. അപ്പോൾ വായിൽ പഴവും തിരികെ മിണ്ടാതിരിക്കണം. മതം നോക്കി നിരപരാധികളായ മനുഷ്യരെ തിരഞ്ഞുപിടിച്ചു കൊല്ലുന്ന തീവ്രവാദികൾക്കെതിരെ സൈനിക നടപടിയെടുക്കുമ്പോൾ അരുതേ, യുദ്ധമരുതേ എന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇരുന്ന് മൂങ്ങുന്ന ഒരുത്തനും ഇപ്പോൾ മിണ്ടില്ല. അതാണ് അതിന്റെ രാഷ്ട്രീയം.